ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ അടുത്ത മാസം 3-ന് വിധി. മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജുവിന്റെ ജാമ്യാപേക്ഷയിൽ നവംബർ 29-ന് വിധി. 2 ജാമ്യാപേക്ഷകളിലും വാദം പൂർത്തിയായി. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യാപേക്ഷകൾ പരിഗണിച്ചത്. TV പ്രസാദ് എത്തുന്നു നമുക്കൊപ്പം. TV പ്രസാദ്, 2 ജാമ്യാപേക്ഷകളിന്മേലും വാദം പൂർത്തിയായിരിക്കുകയാണ്. പക്ഷേ അന്വേഷണത്തിന് പത്മകുമാറിനൊപ്പം ഇരുത്തിയുള്ള ചോദ്യം ചെയ്യലടക്കമുള്ള പല കാര്യങ്ങളും ബാക്കി നിൽക്കുന്ന സാഹചര്യത്തിൽ ജാമ്യം നൽകാൻ സാധ്യതയുണ്ടോ? എന്താണ് അന്വേഷണ സംഘം എടുക്കാൻ സാധ്യതയുള്ള നിലപാട്? സുജയ, പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. കാരണം പത്മകുമാർ പിടിയിലായതിനു ശേഷം എൻ വാസുവിനോടും അതുപോലെ തന്നെ KS ബൈജുവിനൊക്കെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ട ആവശ്യകതയിലേക്കാണ് പ്രത്യേക അന്വേഷണ സംഘം നീങ്ങുന്നത്. അത് വെച്ച് തന്നെയാണ് അവരുടെ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ അവരുടെ ജാമ്യാപേക്ഷയിൽ മറിച്ചൊരു തീരുമാനമുണ്ടാകില്ല എന്ന പ്രതീക്ഷയാണ് ആ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഉള്ളത്. വാസുവിനെ കൂടി കസ്റ്റഡിയിലെടുത്തുകൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്ക് നീങ്ങാനാണ് ഇപ്പോഴും പ്രത്യേക സംഘം ആലോചിക്കുകയും ചെയ്യുന്നത്. നിലവിൽ പത്മകുമാറിനെ വിശദമായി ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യവുമുണ്ട്. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 അറസ്റ്റുകളാണ്. അതിലൊന്ന് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും നിലവിൽ പത്തനംതിട്ട CPM ജില്ലാ കമ്മിറ്റി അംഗവുമായ പത്മകുമാർ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ കമ്മീഷണറും മുൻ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമായ എൻ വാസു. ഇവരുടെ 2 പേരുടെയും അറസ്റ്റാണ് ഈ കേസിൽ ഏറ്റവും നിർണായകം. അതുകൊണ്ട് തന്നെ പത്മകുമാറിന്റെ പങ്ക് കൃത്യമായി തെളിയിക്കണമെങ്കിൽ പത്മകുമാർ ആരുടെ നിർദ്ദേശപ്രകാരമാണ് അത് ചെയ്തത് എന്നറിയണമെങ്കിൽ സ്വാഭാവികമായി എൻ വാസുവിനെ കുറെ കൂടി ചോദ്യം ചെയ്യേണ്ട ആവശ്യകത, ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ട ആവശ്യകത എല്ലാം ഉണ്ട്. നമ്മൾ അന്ന് കണ്ടതുപോലെ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്ന അതേ ദിവസം തന്നെയാണ് എൻ വാസുവിനെ ഒരു ദിവസത്തേക്ക് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. 2 പേരെയും ഓൺലൈൻ വഴിയും മറ്റും പ്രത്യേക അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ നിർണായകമായ 2 പേരാണ്. ഒന്ന് പത്മകുമാറും അതുപോലെ തന്നെ എൻ വാസുവും. അതുകൊണ്ട് എൻ വാസുവിൻ്റെയും KS ബൈജുവിൻ്റെയും ജാമ്യാപേക്ഷയിലുള്ള വിധിയും ഈ കേസിൽ ഏറെ പ്രധാനവുമാണ്. സുജയ. ഓക്കെ, TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ 29-ാം തീയതിയും 2-ാം തീയതിയുമായി എന്താകും തീരുമാനം വരിക എന്നതറിയാൻ നമുക്ക് കാത്തിരിക്കാം.